അപായ സൂചന. മനക്കെട്ടുള്ളവർ മാത്രം കണ്ടാൽ മതി. ഒരു സ്ത്രീയുടെ കണ്ണീരിന്റെ ചൂട് താങ്ങാവുന്നവർ മാത്രം കണ്ടാൽ മതി എന്ന് സാരം. ഇത് ഇവളുടെ കഥയാണ്. ഇവൾ നീന്തി തുടിച്ച കണ്ണീർ ചാലുകളുടെ കഥ. ഇവൾ കത്തിച്ചു തീർത്ത നൊമ്പര തിരികളുടെ കഥ. തീരെ അധികാരമോഹില്ലാത്ത ഒരാളെ പിടിച്ചിട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ NDA തിരുവനന്തപുരം ശാസ്തമംഗലത്ത് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നു. പിന്നീട് നടന്നത് ചരിത്രം. പറഞ്ഞത് വെറും കൗൺസിലറായിട്ടല്ല മത്സരിപ്പിക്കുന്നത്, ഒരു BJP പാർട്ടിയുടെ മുഖമായിരിക്കും ഇപ്രാവശ്യം ഞാൻ, എല്ലാവരും വിജയിപ്പിച്ചെടുക്കണം, അതുപോലെ മേയറായിട്ട് പരിഗണിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജയിച്ചിട്ടുണ്ടെങ്കിൽ ശ്രീലേഖജി തന്നെ തിരുവനന്തപുരം മേയർ എന്ന് പറഞ്ഞിട്ട് ആരോ പാവത്തിന് ചട്ടം കിട്ടി. എന്തൊക്കെ സ്വപ്നങ്ങൾ കണ്ടു. പക്ഷെ ആരുടെയൊക്കെയോ കരങ്ങളും ആ VV രാജേഷും കാരണം ആ സ്വപ്നങ്ങളൊക്കെ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീണു. തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിലെ മേയറായി തെരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കേറ്റ് VV രാജേഷ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. പിന്നീട് എന്താണ് ഉണ്ടായെന്ന് വെച്ചാല് എന്റെ കിളി പോയി സാറേ. യെസ്, മേയർ കസേര VV രാജേഷിന് പോയതോടെ ശ്രീലേഖജിയുടെ ബാക്കി കിളിയെല്ലാം പോയി ഗൈസ്. പിന്നീട് ശ്രീലേഖ മേഡം എന്തിട്ട് ചെയ്തെന്നറിയോ? നിങ്ങളെല്ലാരും വിചാരിക്കും ഈ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് മുടങ്ങിക്കിടന്ന പദ്ധതികൾ പൊടി തട്ടി കൊണ്ടുവന്നല്ലേ? നെഹി. ആദ്യം ശ്രീലേഖ മേഡം പോയത് VK പ്രശാന്ത് MLAയുടെ ഓഫീസ് കെട്ടിടം ഒഴിപ്പിക്കാനാണ്. യെസ്, അതായിരുന്നു ശ്രീലേഖ മേഡത്തിന്റെ ആദ്യത്തെ മിഷൻ. ഇവിടെ ഒരു കൗൺസിലറായി ജയിച്ച ഒരാൾ എനിക്ക് ഈ സൗകര്യം പോരാ എന്ന് പറഞ്ഞ് MLAയോട് മാറാൻ പറഞ്ഞാൽ അത് മര്യാദകേടല്ലേ, ശുദ്ധ മര്യാദകേടല്ലേ അവർ കാണിക്കുന്നത്. അപ്പൊ അത് അങ്ങനെ ഒരു തിട്ടൂരം അനുവദിച്ചു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവാ? 5 വർഷം മേയറായിട്ട് അവിടെ വിരാജിക്കാൻ പറ്റാത്തതിന്റെ വിഷമം വലിയൊരു ഓഫീസ് കെട്ടിടത്തിലിരുന്ന് ഭരിച്ചു തീർക്കണം. കടക്ക് പുറത്ത്. അവർക്ക് എന്ത് അധികാരം ഒരു MLAയോട്? പിന്നെ നിങ്ങളുടെ ഓഫീസ് ഒഴിഞ്ഞു പോകണം, എൻ്റെ വാർഡിൽ, എൻ്റെ കോർപ്പറേഷൻ വാർഡ്, ഞാൻ മത്സരം ജയിച്ച കോർപ്പറേഷൻ വാർഡിലുള്ള പിന്നെ ഓഫീസ് റൂം ഒഴിഞ്ഞു പോകണമെന്ന് പറയാൻ എന്ത് അവകാശം, എന്ത് അധികാരമുണ്ട്? എന്തധികാരം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കല്ലേ? അത് കേൾക്കുമ്പോ ശ്രീലേഖജിയുടെ തല പെരുക്കും. ശ്രീലേഖജി എത്ര വാശി പിടിച്ചിട്ടും കെട്ടിടം തയ്യാറാവാതെ വന്നതോടെ VK പ്രശാന്തിന്റെ അടുത്തിട്ടുള്ള ഈ ശ്രീലേഖജിയുടെ ആറ്റിറ്റ്യൂഡ് നേരെ തലതിരിഞ്ഞു. മോനെ VK പ്രശാന്ത്, എനിക്ക് ജനിക്കാതെ പോയ അനിയനാടാ നീ. ഗംഗയിൽ നിന്നും ഒരു പ്രത്യേക തരം സൈക്കിക് വൈബ്രേഷന്റെ അനുഭവം എനിക്ക് കിട്ടാൻ തുടങ്ങി. എന്നിട്ടും ശ്രീലേഖ മേഡത്തിന് ഒരു സമാധാനം കിട്ടുന്നില്ല. ഒരു നെയിം ബോർഡ് സ്ഥാപിക്കണം, അതും VK പ്രശാന്തിന്റെ നെയിം ബോർഡിന്റെ മുകളിൽ സ്ഥാപിക്കണം. അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. നെയിം ബോർഡ് ഞാൻ വെച്ചു, ആളുകൾ വരുമ്പോ അറിയണ്ടേ ഞാൻ ഇവിടെയാണ് ഇരിക്കുന്നതെന്നുള്ളത്. എനിക്ക് വേണ്ടേ ഒരു നെയിം ബോർഡ്? സ്വന്തം കയ്യിൽ നിന്ന് പൈസ മുടക്കി ഒരു നെയിം ബോർഡ് അകത്തും വെച്ചു, പുറത്തും വെച്ചു. MLA ഓഫീസ് ഒഴിപ്പിക്കാൻ നടക്കുന്ന ശ്രീലേഖ മേഡത്തിനെ കണ്ടിട്ട് BJP നേതാക്കളൊക്കെ തലയിൽ മുണ്ടിട്ട് ഓടി ഒളിച്ചു. അപ്പൊ ദാണ്ട്ര ശ്രീലേഖ മേഡത്തിന് പിന്തുണയുമായി ഒരു ധീരപുരുഷൻ വരുന്നു, കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. സ്ത്രീകളെ മാനിക്കുന്ന ഒരു സമൂഹമാണല്ലോ നമ്മുടേത്. അപ്പൊ അതുകൊണ്ട് സ്ത്രീകൾക്കെതിരായിട്ട് നിങ്ങളും ഒന്നും അധികം പറയാതിരിക്കുന്നതായിരിക്കും നല്ലത്. വ്യക്തമായില്ല. എന്റെ വാക്ക്, എന്റെ അഭിപ്രായം, നിങ്ങൾ സ്ത്രീവിരുദ്ധമായിട്ടുള്ള സമീപനമാണ് എടുക്കുന്നത്. അതുകൊണ്ട് അത് തീർന്നു. അന്വേഷിക്കുമ്പോ പ്രതികരണം തേടുമ്പോൾ സ്ത്രീവിരുദ്ധം എങ്ങനെയാ പറയാ? സ്ത്രീവിരുദ്ധത എല്ലാരും കൂടെ ശ്രീലേഖ മേഡത്തിന്റെ അടുത്ത് സ്ത്രീവിരുദ്ധ നിലപാടെടുക്കുന്നേന്ന് ജോർജ് കുര്യൻജി. അപ്പൊ മാടമ്പള്ളിയിലെ യഥാർത്ഥ അത് ശ്രീലേഖ മേഡം അല്ലേ, നിങ്ങളാണല്ലേ? അങ്ങനെ ഈ വക കോലാഹലങ്ങൾക്കൊക്കെ ശേഷം ശ്രീലേഖ മേഡം അടുത്ത ബോംബിട്ടു. തെരഞ്ഞെടുപ്പിൽ എന്നെ സ്ഥാനാർത്ഥിയാക്കിയത് മേയറാക്കാന്ന് പറഞ്ഞിട്ടാണ്. ഈ തെരഞ്ഞെടുപ്പിൽ NDAയുടെ മുഖം തന്നെ ഞാനാണെന്നാണ് BJP നേതാക്കളൊക്കെ പറഞ്ഞിരുന്നതെന്ന്. പറഞ്ഞത് വെറും കൗൺസിലറായിട്ടല്ല മത്സരിപ്പിക്കുന്നത്, ഒരു BJP പാർട്ടിയുടെ മുഖമായിരിക്കും ഇപ്രാവശ്യം ഞാൻ, എല്ലാവരും വിജയിപ്പിച്ചെടുക്കണം, അതുപോലെ മേയറായിട്ട് പരിഗണിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കരയണ്ട, കരഞ്ഞാ തോറ്റുന്ന. തോൽക്കാതിരിക്കാൻ വേണ്ടിയില്ല നീ പടക്കപ്പെടണേ. കരച്ചിൽ വന്നാലും ചിരിച്ചു കാണിക്കണേ. ഇനിയും അങ്ങനെയൊക്കെ തന്നെ മതി. ഇലക്ഷന്റെ സമയത്തൊക്കെ അങ്ങനെ തന്നെ കേട്ടിരുന്നു. അതിനുശേഷം ഇങ്ങനെ മാറിയപ്പോൾ അതിനുള്ള കാരണം പാർട്ടിക്ക് ഉണ്ടായിരുന്നു എന്ന് തന്നെ ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു. ആന കൊടുത്താലും കിളിയേ ആശ കൊടുക്കാമോ? എല്ലാരും കൂടി എന്തിനാ ഞങ്ങളുടെ ശ്രീലേഖ മേഡത്തോട് ഈ ക്രൂരത ചെയ്തത്? ആരെങ്കിലും ഒന്ന് പറഞ്ഞായോ? ഓഫീസിൽ ഒരുപാട് പേര് കാണാൻ വന്നിരുന്നു, അതുകൊണ്ട് തന്നെ ഡീറ്റെയിലേക്ക് പോകാൻ സാധിച്ചില്ല.
അങ്ങനെ ചില വാർത്തകളൊന്നും പറയുന്നത് കേട്ടു. ഞാൻ എൻ്റെ ശ്രദ്ധയിൽ അത് കാര്യമായിട്ട് വന്നിട്ടില്ല. ഓ, നിങ്ങളിപ്പോ വലിയ തിരക്കിന്റെ ആളായല്ലേ. പോട പുല്ല് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോരാൻ പറ്റാത്തതുകൊണ്ടാണ് ഇപ്പോഴും കൗൺസിലർ ആയിട്ടിരിക്കണെന്നാണ് ശ്രീലേഖ മേഡം കഴിഞ്ഞ ദിവസം പറഞ്ഞത്. മേയർ സാർ അത് വല്ലതും കേട്ടിരുന്നോ? ഞങ്ങളുടെ രാവിലെ ഇപ്പോൾ എൻ്റെ കൊടുങ്ങാനൂർ വാർഡ് ഓഫീസിൻ്റെ ഉദ്ഘാടനമാണ് 12 ഇടയ്ക്ക് എനിക്ക് അവിടെ എത്തണം. പൊക്കോ, എവിടേക്കാന്ന് വെച്ചാ പൊക്കോ. നിങ്ങൾക്ക് ഇപ്പൊ വലിയ തിരക്കായി, വലിയ ഓഫീസ് കെട്ടിടായി, എന്താ ചെയ്തോ. ശ്രീലേഖ മേഡത്തിന്റെ യുദ്ധമുറകൾ BJP കാണാൻ കിടക്കുന്നേ ഉള്ളൂ എന്നാണ് കേട്ടുകേൾവി. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചാ നിങ്ങൾക്ക് കൊള്ളാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.